KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ഗുരുവിന്റെ ആശയങ്ങൾ വർഗീയ ശക്തികൾ ഏറ്റെടുക്കുന്നത് ജനങ്ങളോടുള്ള വഞ്ചനയാണെന്ന് സോണിയാഗാന്ധി. സോണിയയുമായുള്ള കൂടിക്കാഴ്ചയിൽ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച് ഘടകകക്ഷി നേതാക്കൾ. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് കേന്ദ്രമന്ത്രി, വിവാദമായപ്പോൾ തിരുത്തി. ഡൽഹി വാഹന നിയന്ത്രണ പരിഷ്കരണം, പരീക്ഷണ ഓട്ടം തുടങ്ങി. വോട്ടർ പട്ടികയും ജനനമരണ രജിസ്റ്ററും തമ്മിൽ ബന്ധിപ്പിക്കുന്നു, പരേതർ ഇനി വോട്ട് ചെയ്യില്ല. ധർമ്മപതാകയേന്തുക, SYS ജില്ലാ കൌൺസിലുകൾ ജനുവരി 9 ആരംഭിക്കും. ചെന്നൈ പ്രളയബാധിതർക്ക് തണൽ വിരിച്ച് RCFI 2 ലക്ഷത്തിൽ പരം രൂപയുടെ മെഡിക്കൽ സഹായം വിതരണം ചെയ്തു. മദ്യനയം, കോടതി വിധി സ്വാഗതാർഹമെന്ന് SMA, പൊതുസമൂഹം ജാഗ്രത പുലർത്തണമെന്ന് SYS. സ്നേഹറസൂൽ, കാലത്തിന്റെ വെളിച്ചം, SYS കാസർഗോഡ് ജില്ലാ മീലാദ് സെമിനാർ ജനുവരി 2. വാർത്തകൾ വിശദമായി. BJPയെയും SNDP യോഗത്തെയും വെള്ളാപ്പള്ളി നടേശനെയും പരോക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി. ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ ഏറ്റെടുത്ത് വർഗീയ ശക്തികൾ പ്രചാരണം നടത്തുന്നെന്ന് സോണിയാഗാന്ധി പറഞ്ഞു. ഗുരുവിന്റെ ആശയങ്ങൾ വർഗീയ ശക്തികൾ ഏറ്റെടുക്കുന്നത് ജനങ്ങളോടുള്ള വഞ്ചനയാണ്. ഗുരുദേവ പൈതൃകം അവകാശപ്പെടുന്ന ഇവർ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഗുരുവിന്റെ ദർശനങ്ങൾക്കും ഇന്നും ഏറെ പ്രസക്തിയുണ്ടെന്നും സോണിയ പറഞ്ഞു. 83ാമത് ശിവഗിരി തീർത്ഥാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സോണിയാഗാന്ധി. നെഹ്റുവിനെയും ഇന്ദിരയെയും സ്വാധീനിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റേത്. ശ്രീനാരായണ ഗുരു രൂപീകരിച്ച SNDP യോഗം പിന്നാക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചു. ശങ്കർ മുഖ്യമന്ത്രിയായത് പിന്നാക്കക്കാരുടെ ശാക്തീകരണത്തിന്റെ ഫലമായാണ്. എന്നാൽ ഗുരുദേവ ദർശനങ്ങളെ ചിലർ രാഷ്ട്രീയ നേട്ടത്തിനായാണ് ഉപയോഗിക്കുന്നത്. SNDPയുടെ പ്രവർത്തന ലക്ഷ്യങ്ങളെ ചിലർ വളച്ചൊടിക്കുകയാണെന്നും സോണിയാഗാന്ധി പറഞ്ഞു. ഇന്ന് രാവിലെ 10 മണിയോടെ വിമാനത്താവളത്തിലെത്തിയ സോണിയ ഹെലികോപ്റ്റർ മാർഗം വർക്കലയിലേക്ക് തിരിക്കുകയായിരുന്നു. ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിന് ശേഷം കോട്ടയത്തേക്ക് തിരിച്ചു. UDF ഘടകകക്ഷി നേതാക്കളുമായി സോണിയ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. കോട്ടയം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി രജത ജൂബിലിയുടെ 1 വർഷം നീളുന്ന പരിപാടികൾ സോണിയാഗാന്ധി ഉദ്ഘാടനം ചെയ്തു. പാമ്പാടി RIT ഗ്രൌണ്ടിൽ ഉച്ചയ്ക്ക് 3 നടന്ന ചടങ്ങിൽ കോളേജ് രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന കർമ്മവും സോണിയാഗാന്ധി നിർവഹിച്ചു. കേരളത്തിലെ നേതൃത്വത്തിനെതിരെ പരാതിയുമായി ഘടകകക്ഷികൾ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്കു മുന്നിൽ. കോട്ടയം നാട്ടകം ഗസ്റ്റ് ഹൌസിൽ സോണിയാഗാന്ധിയെ കണ്ട് കേരള കോൺഗ്രസും ലീഗും അതൃപ്തി അറിയിച്ചു. കോൺഗ്രസിലെ ഐക്യം ശക്തിപ്പെടുത്താൻ ഹൈക്കമാൻഡ് ഇടപെടണമെന്നായിരുന്നു ഇരു കക്ഷികളുടെയും പ്രധാന ആവശ്യം. UDFിലെ ഐക്യം മെച്ചപ്പെടുത്തണമെന്ന് സോണിയയോട് ലീഗ് ആവശ്യപ്പെട്ടു. നേതൃമാറ്റമടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്നില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. UDFിലെ കക്ഷികൾക്കകത്തും UDFിലും പൂർണ്ണ ഐക്യമുണ്ടെങ്കിൽ UDFിന് നല്ല സാധ്യതയുണ്ട്. അവരുടെ പ്രതികരണം വളരെ പോസിറ്റീവായിരുന്നു. ഞങ്ങൾ പറഞ്ഞത് അവർ സശ്രദ്ധം കേൾക്കുകയും പോസിറ്റീവായിട്ട് പ്രതികരിക്കുകയും ചെയ്തു. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ രമേശ് ചെന്നിത്തല നടത്തിയ പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് KM മാണി സോണിയാഗാന്ധിയെ അറിയിച്ചു. കോൺഗ്രസിലെ ഐക്യം ശക്തിപ്പെടുത്തണമെന്ന് മാണി ആവശ്യപ്പെട്ടു. ചെന്നിത്തലയുടെ കത്തിനെ പരോക്ഷമായി പരാമർശിച്ചായിരുന്നു ആവശ്യം. ഐക്യത്തോടെ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങണമെന്ന് ആവശ്യപ്പെട്ടതായി KM മാണി പറഞ്ഞു. റബ്ബറിന്റെ ഇറക്കുമതി അനുവദിക്കരുതെന്ന് പാർലമെന്റിൽ ആവശ്യപ്പെടണം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ക്ഷീണമുണ്ടായത് കോൺഗ്രസിനാണ്, കേരള കോൺഗ്രസിനല്ലെന്നും മാണി കൂട്ടിച്ചേർത്തു. കക്ഷികൾക്കകത്തും കക്ഷികൾ തമ്മിലും ഐക്യമുണ്ടാകണം. പ്രത്യേകിച്ചും UDFിന് ലീഡർഷിപ്പ് കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കകത്തും ഐക്യമുണ്ടാകണം. മറ്റ് കക്ഷികൾക്കകത്തും പ്രശ്നങ്ങളുണ്ട്, ഐക്യമുണ്ടാകണം. അപ്പൊ ഐകമത്യത്തോടുകൂടി കൂടുതൽ കെട്ടുറപ്പോടുകൂടി തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് ഇതിന്റെ ബാക്ക് ബോൺ. മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിനെതിരെ അവരുടെ ഫീലിംഗ്സ്, അവരുടെ വികാരങ്ങൾ വ്രണപ്പെടുത്തുന്ന ചില പ്രസ്താവനകൾ അടുത്ത കാലത്ത് കോൺഗ്രസിന്റെ ചില കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്.
അന്തരീക്ഷ മലിനീകരണം തടയാൻ ഡൽഹി സർക്കാർ കൊണ്ടുവരുന്ന വാഹന നിയന്ത്രണത്തിന്റെ പരീക്ഷണ ഓട്ടം ഇന്ന് ജനുവരി 1 മുതലാണ് വാഹന നിയന്ത്രണം പ്രാബല്യത്തിൽ വരുന്നത്. ഇതിനു മുന്നോടിയായി ഇന്ന് രാവിലെ 8 മുതൽ വൈകിട്ട് 8 വരെയാണ് പുതിയ പരിഷ്കാരം പരീക്ഷിക്കുക. ഇതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പരിപാടികളും സർക്കാർ സംഘടിപ്പിച്ചു. വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രമേ ഇനി മുതൽ ഡൽഹിയിൽ വാഹനങ്ങൾക്ക് നിരത്തിലിറങ്ങാൻ സാധിക്കൂ. ആംബുലൻസിനും രോഗികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്കും ഇളവ് നൽകുമെങ്കിലും മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരുടെ വാഹനങ്ങൾക്കും നിയന്ത്രണം ബാധകമാണ്. സ്ത്രീകളും ചെറിയ കുട്ടികളും സഞ്ചരിക്കുന്ന വാഹനങ്ങളെയും നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നിയമം തെറ്റിക്കുന്നവർക്ക് 2000 രൂപയാണ് പിഴ. എല്ലാ ഇരുചക്രവാഹനങ്ങളെയും നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പരീക്ഷണ ഓട്ടം നടത്തുന്ന ദിനത്തിൽ 4 ചക്രവാഹനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കില്ല. വൈദ്യസഹായത്തിനും മറ്റുമായി ഏർപ്പെടുത്തിയ ഇളവുകൾ ജനങ്ങൾ ദുരുപയോഗം ചെയ്യരുതെന്ന് ഡൽഹി പോലീസ് കമ്മീഷണർ BS ബസി ട്വിറ്ററിലൂടെ അറിയിച്ചിട്ടുണ്ട്. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര സാംസ്കാരിക സഹമന്ത്രി മഹേഷ് ശർമ്മ. പരസ്പര സമ്മതത്തോടെ ക്ഷേത്രം നിർമ്മിക്കുന്നതിനായി സുപ്രീംകോടതി വിധിക്കായി കാത്തിരിക്കുകയാണ്. രാജ്യത്തെ ജനങ്ങൾ രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ക്ഷേത്ര നിർമ്മാണത്തിനായി 170 കോടി രൂപ നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതായും മഹേഷ് ശർമ്മ പറഞ്ഞു. എന്നാൽ മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും രംഗത്തെത്തിയിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വർഗീയത ആളിക്കത്തിക്കാനുള്ള ശ്രമമാണ് BJP നടത്തുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. പ്രസ്താവന വിവാദമായതോടെ മന്ത്രി പ്രസ്താവന തിരുത്തി. വിഷയത്തിൽ മുതിർന്ന നേതാക്കളാണ് തീരുമാനം കൈക്കൊള്ളുകയെന്ന് മഹേഷ് ശർമ്മ പറഞ്ഞു. കോടതി ഉത്തരവുണ്ടാകുന്നതുവരെ തൽസ്ഥിതി തുടരും. ഇക്കാര്യത്തിൽ പ്രതികരിക്കാനുള്ള അധികാരം തനിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വോട്ടർ പട്ടികയെ ജനനമരണ രജിസ്റ്ററുമായി ബന്ധിപ്പിച്ച് വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പദ്ധതി. ഇതോടെ വോട്ടർമാരിൽ ഒരാൾ മരിച്ചാൽ അയാളുടെ പേര് വിവരങ്ങൾ വോട്ടർ പട്ടികയിൽ നിന്ന് സ്വമേധയാ ഒഴിവാക്കപ്പെടും. പൈലറ്റ് അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ ആദ്യഘട്ടം പഞ്ചാബിൽ നടപ്പാക്കുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നാസിം സൈദി അമൃത്സറിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനനമരണ രജിസ്ട്രേഷൻ സെർവറും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സെർവറും തമ്മിൽ ബന്ധിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഒരാളുടെ മരണം രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ ഉടൻ വോട്ടർ പട്ടികയിൽ നിന്നും അയാളുടെ പേര് വെട്ടിമാറ്റപ്പെടും. പദ്ധതി നിലവിൽ വരുന്നതോടെ മരിച്ചവരുടെ പേരിൽ കള്ളവോട്ട് ചെയ്യപ്പെടുന്നത് ഒഴിവാക്കാനാകുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം. വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. ബഹ്റൈനിൽ പുതുക്കിയ ഡീസൽ മണ്ണെണ്ണ വില വെള്ളിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. വില കൂട്ടാൻ കഴിഞ്ഞ ദിവസം മന്ത്രിസഭായോഗം തീരുമാനിച്ചിരുന്നു. ലിറ്ററിന് 120 ഫിൽസിനായിരിക്കും പമ്പുകളിൽ ഡീസലും മണ്ണെണ്ണയും ലഭ്യമാവുക. ഡീസലിന് 100 ഫിൽസും മണ്ണെണ്ണയ്ക്ക് 25 ഫിൽസുമാണ് ഇപ്പോൾ ഈടാക്കുന്നത്. വിദേശികളുടെ വൈദ്യുതി, വെള്ളം എന്നിവയുടെ സബ്സിഡി വെട്ടിക്കുറക്കുന്നത് സംബന്ധിച്ച തീരുമാനം ദിവസങ്ങൾക്കകം ഉണ്ടാകുമെന്ന് ഊർജ്ജമന്ത്രി ഡോക്ടർ അബ്ദുൽ ഹുസൈൻ മിർസ പറഞ്ഞു. പെട്രോൾ സബ്സിഡി കുറക്കുന്നത് സംബന്ധിച്ച് പഠനം നടക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആഗോള വിപണിയിൽ എണ്ണവില കുറഞ്ഞ സാഹചര്യത്തിൽ കൂടുതൽ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ ബഹ്റൈനും ഇന്ധനവില വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്തത്. പെട്രോൾ വില ഇപ്പോൾ കൂട്ടിയിട്ടില്ലെങ്കിലും ഉടൻ ഉണ്ടാകുമെന്ന സൂചനയാണ് മന്ത്രി നൽകിയത്. വിദേശികൾക്ക് മാംസത്തിനുള്ള സബ്സിഡി നേരത്തെ എടുത്തു കളഞ്ഞിരുന്നു. വൈദ്യുതി, വെള്ളം സബ്സിഡി കൂടി വെട്ടിക്കുറക്കുന്നതോടെ ജീവിതച്ചെലവ് വർദ്ധിക്കുമെന്നത് മലയാളികൾ അടക്കമുള്ള പ്രവാസികൾക്ക് തിരിച്ചടിയാകും. മറ്റ് ഗൾഫ് രാജ്യങ്ങളെക്കാൾ ചെലവ് കുറവാണെന്നതിനാൽ ഭൂരിഭാഗം പേരും കുടുംബത്തോടൊപ്പമാണ് ബഹ്റൈനിൽ താമസിക്കുന്നത്. പുതിയ സാഹചര്യത്തിൽ കുടുംബത്തെ നാട്ടിലേക്ക് അയക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പലരും. ബഹ്റൈൻ സർവകലാശാലയുമായി ചേർന്ന് ധനകാര്യ മന്ത്രിതല സമിതി നടത്തിയ പഠനമനുസരിച്ചാണ് പൊതുചെലവ് 30% കുറക്കാനും ഇന്ധനവില വർദ്ധിപ്പിക്കാനും തീരുമാനമെടുത്തിരിക്കുന്നത്. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. കബീർ സഖാഫിയുടെ വേർപാടിലൂടെ SSFന് നഷ്ടമായത് കർമ്മോത്സുകനായ നേതാവിനെ. സൌദിയിൽ വാഹനാപകടത്തിലാണ് കബീർ സഖാഫി വിട്ടുപിരിഞ്ഞത്. ജീവിക്കാൻ വേണ്ടി 7ാം കടൽ കടന്ന് ചെന്നപ്പോഴും മനസ്സ് മുഴുവനും സ്വന്തം കുടുംബത്തെക്കാൾ നാട്ടിലെ SSFന്റെയും സുന്നി പ്രസ്ഥാനത്തിന്റെയും വളർച്ചയ്ക്ക് ചാലകശക്തിയായി കടലിനക്കരെ പ്രവർത്തിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടാമ്പി പുഴപ്പാലം കടന്നു ചെന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് അല്പം നടന്നാൽ ആ ചെറിയ നിസ്കാരപ്പള്ളിയും അതിനോട് ചേർന്ന ഒരു മദ്രസയുമായിരുന്നു കബീർ സഖാഫി നാട്ടിലിരിക്കുമ്പോൾ പ്രവർത്തന മേഖല. മർക്കസിൽ പഠിച്ചിരുന്ന കാലത്ത് സംഘടനാ പ്രവർത്തനങ്ങൾക്ക് ഒരുമിച്ച് കൂടിയിരുന്നത് അവിടെയായിരുന്നു. നിരന്തരം പ്രവർത്തകരെ വിളിച്ച് നിർബന്ധിച്ച് അവിടേക്ക് ആകർഷിച്ച മികവുറ്റ സംഘാടകനായിരുന്നു അദ്ദേഹം. അക്കാലത്ത് പട്ടാമ്പി ഡിവിഷന്റെ പല പദ്ധതികളും ഉരുത്തിരിഞ്ഞിരുന്നത് ആ പള്ളിയിൽ വെച്ചായിരുന്നു.
സ്വന്തമായി ഒന്നും അവകാശപ്പെടാനില്ലാത്ത കടവിൽ കബീർ സഖാഫി SSFന്റെ യൂണിറ്റ് രൂപവൽക്കരിച്ചു. ധാരാളം പ്രവർത്തകരെ വാർത്തെടുത്തു. സംസ്ഥാന സാഹിത്യോത്സവിൽ അദ്ദേഹത്തിന്റെ കുട്ടികൾ ജേതാക്കളായി തിരിച്ചുവന്നു. ശൂന്യമായ മണ്ണിൽ എങ്ങനെ വിത്ത് പാകി വിളവെടുക്കാമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. അവസാന ശ്വാസം വരെ ദീനീ പദ്ധതികളിലും ചർച്ചകളിലും ആലോചനകളിലും വ്യാപൃതനായിരുന്നു അദ്ദേഹം. സാമ്പത്തിക പരാധീനതകളും പ്രയാസങ്ങളുമാണ് അദ്ദേഹത്തെ പ്രവാസി ലോകത്തേക്ക് പറിച്ചു നട്ടത്. വിട പറയുമ്പോൾ RSC സൗദി ദേശീയ പ്രവർത്തക സമിതി അംഗവും ട്രെയിനിംഗ് സമിതി ചെയർമാനുമായിരുന്നു. ഒറ്റപ്പാലം മർക്കസ് അടക്കമുള്ള സ്ഥാപനങ്ങളുടെ സജീവ പ്രവർത്തകനും നിറസാന്നിധ്യവുമായിരുന്നു അദ്ദേഹം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വദനം നിലാവിനഴകാണ്, വരികളിലേറും ശ്രുതിയാണ്, വചനമതാത്മസുഖമാണ്, വരികളിൽ സുഗന്ധപ്പുമണമാണ്. വദനം നിലാവിനഴകാണ്, വരികളിലേറും ശ്രുതിയാണ്, വചനമതാത്മസുഖമാണ്, വരികളിൽ സുഗന്ധപ്പുമണമാണ്. അജബുകളനവധിയായി വിരിഞ്ഞൊരു മലരാണ്, അഹദവനകിലരിലായി കനിഞ്ഞൊരു നബിയാണ്. അജബുകളനവധിയായി വിരിഞ്ഞൊരു മലരാണ്, അഹദവനകിലരിലായി കനിഞ്ഞൊരു നബിയാണ്. വദനം നിലാവിനഴകാണ്, വരികളിലേറും ശ്രുതിയാണ്, വചനമതാത്മസുഖമാണ്, വരികളിൽ സുഗന്ധപ്പുമണമാണ്. അകലെ ഓർമ്മകൾ വസിക്കുന്നൊരിടമാണ്, അരികിൽ ചേർന്നിടാൻ കൊതിക്കുന്നൊരഴകാണ്. അകലെ ഓർമ്മകൾ വസിക്കുന്നൊരിടമാണ്, അരികിൽ ചേർന്നിടാൻ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. ധർമ്മപതാകയേന്തുക എന്ന ശീർഷകത്തിൽ SYS നടത്തിവന്ന മെമ്പർഷിപ്പ് പുനഃസംഘടനാ ക്യാമ്പയിനിന്റെ ഭാഗമായി ജില്ലാ കൌൺസിലുകളും പ്രതിനിധി സമ്മേളനങ്ങളും ജനുവരി 9 ആരംഭിക്കും. നിലവിലുള്ള ജില്ലാ കൌൺസിലുകൾ ചേർന്ന് ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള വിപുലമായ ചർച്ചയ്ക്കും വിലയിരുത്തലിനും ശേഷം മെമ്പർഷിപ്പ് എണ്ണത്തിന് ആനുപാതികമായി സോൺ കൌൺസിലിൽ വെച്ച് തിരഞ്ഞെടുത്ത പുതിയ കൌൺസിൽ ചേർന്ന് അടുത്ത 3 വർഷം ജില്ലയിൽ ഇസ്ലാമിക പ്രബോധനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട യുവസാരഥികളെയും സംഘടനാ കൌൺസിൽ അംഗങ്ങളെയും തിരഞ്ഞെടുക്കും. സംസ്ഥാന കമ്മിറ്റി നിയോഗിക്കുന്ന ഭരണാധികാരികളുടെ നേതൃത്വത്തിൽ സുതാര്യവും ജനാധിപത്യവുമായ രീതിയിലാണ് പുനഃസംഘടനാ നടപടികൾ പൂർത്തീകരിക്കുക. തുടർന്ന് ജില്ലാ പ്രതിനിധി സമ്മേളനത്തിൽ വെച്ച് ജില്ലാ സാരഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ജില്ലാ കൌൺസിലർമാർക്ക് പുറമെ സോൺ പ്രവർത്തക സമിതി അംഗങ്ങളും സർക്കിൾ ഭാരവാഹികളും പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കും. മീലാദാഘോഷവേളയിൽ മാതൃകാ പ്രവർത്തനവുമായി SSF പ്രവർത്തകർ. മുക്കം പൂളപ്പൊയിൽ യൂണിറ്റ് പ്രവർത്തകരാണ് നബിദിനാഘോഷവേളയിൽ പ്രാദേശിക തലത്തിലെ പ്രവർത്തനങ്ങൾക്കു പുറമെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും തണലേകാൻ തീരുമാനിച്ചത്. SYS കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ സന്നദ്ധ സേവാ സംഘമായ സഹായവാദി സലാം മുഖേന 1ാം ഘട്ടത്തിൽ 300 കിലോ അരി എത്തിച്ചു നൽകിയാണ് പ്രവർത്തകർ മാതൃകയായത്. പ്രവർത്തനങ്ങൾക്ക് യൂണിറ്റ് പ്രസിഡന്റ് ഹാഫിൽ അബ്ദുൽ ബാസിത്ത്, സെക്രട്ടറി ഹാഫിൽ ഉവൈസ്, ട്രഷറർ ഷുഐബ് മുണ്ടോളി, ഹാഫിൽ PT അസ്ഹറുദ്ദീൻ, PC ഷംസുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചെന്നൈ പ്രളയത്തിൽ ദുരിതമനുഭവിച്ചവർക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ തണൽ വിരിച്ച് റിലീഫ് ആൻഡ് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ RCFI. പകർച്ചവ്യാധികളും മാറാരോഗങ്ങളും വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ചെന്നൈയിലെ വിവിധ പ്രദേശങ്ങളിലാണ് RCFI സഹായവുമായെത്തിയത്. ചെന്നൈയിലെ വത്സരവക്കം മക്ക മസ്ജിദ് കേന്ദ്രീകരിച്ച് പ്രളയ ദുരിതബാധിതർക്ക് വേണ്ടി 2 ലക്ഷത്തിൽ പരം രൂപയുടെ മെഡിക്കൽ സഹായം വിതരണം ചെയ്തു. എറണാകുളം ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസുമായി സഹകരിച്ചാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചെന്നൈയിലെ MOIയും മലയാളി കൂട്ടായ്മയും ക്യാമ്പിൽ പങ്കാളികളായി. 500-ലധികം കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ സഹായം ലഭ്യമായത്. ചടങ്ങ് ചെന്നൈ മൻസൂർ ഹാജി ഉദ്ഘാടനം ചെയ്തു. RCFI മാനേജർ റഷീദ് പുന്നശ്ശേരി, പ്രോഗ്രാം കോർഡിനേറ്റർ യൂസുഫ് നൂറാനി തുടങ്ങിയവർ സംബന്ധിച്ചു.
ഇതോടനുബന്ധിച്ച് കൂടുതൽ പദ്ധതികൾ ചെന്നൈയിൽ നടപ്പിലാക്കുമെന്ന് RCFI പ്രവർത്തകർ അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയം സുപ്രീംകോടതിയും അംഗീകരിച്ചതോടെ പൂർണ്ണമായും നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ പൊതുസമൂഹം ജാഗ്രത പുലർത്തണമെന്ന് SYS മലപ്പുറം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ജനനന്മയും സാമൂഹ്യ സുരക്ഷയും സൃഷ്ടിക്കാനുള്ള അവസരമായി ഇതിനെ കാണണം. സർവകക്ഷി യോഗത്തിലൂടെ ഇത് കേരളത്തിന്റെ പൊതുനയമാക്കി മാറ്റാൻ സർക്കാർ ആത്മാർത്ഥ ശ്രമം നടത്തണം. മുഴുവൻ കക്ഷികളും ഇതിനോട് സഹകരിക്കണം. സമയബന്ധിതമായി ബിവറേജ് ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടിയും പുതിയ ബാറുകൾക്ക് അനുമതി നൽകാതെയും മദ്യനയത്തിന്റെ അന്തസത്ത കാത്തുസൂക്ഷിക്കാനും പുനരധിവാസ നടപടികൾക്കും പൊതുസമൂഹം സമ്മർദ്ദശക്തിയായി തുടരണമെന്നും യോഗം അഭ്യർത്ഥിച്ചു. യോഗത്തിൽ PKM സഖാഫി അധ്യക്ഷത വഹിച്ചു. ഊരകം അബ്ദുറഹ്മാൻ സഖാഫി, K മുഹമ്മദ് ഇബ്രാഹിം, അലവി സഖാഫി കൊളത്തൂർ, ആൽവിക്കുട്ടി ഫൈസി അടക്കര, സയ്യിദ് സലാഹുദ്ദീൻ ബുഖാരി തുടങ്ങിയവർ സംബന്ധിച്ചു. സ്നേഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിന്റെ വെളിച്ചം എന്ന സന്ദേശത്തിൽ SYS ആചരിക്കുന്ന മീലാദ് ക്യാമ്പയിൻ ഭാഗമായി കാസർകോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മീലാദ് സെമിനാർ ജനുവരി 2 നടക്കും. കാസർകോട് പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ രാവിലെ 10 മണിക്ക് SYS ജില്ലാ പ്രസിഡന്റ് പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സെമിനാർ കാസർകോട് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. റീഡ് പബ്ലിക്കേഷൻസ് ചെയർമാൻ N അലി അബ്ദുള്ള വിഷയാവതരണം നടത്തും. പ്രശ്നകലുഷിതമായ സമകാലിക സമൂഹത്തിൽ പ്രവാചക സ്നേഹത്തിന്റെ മാനവിക പ്രസക്തി സെമിനാറിൽ ചർച്ച ചെയ്യും. സ്വാമി പ്രേമാനന്ദ, കൊപ്പൽ ചന്ദ്രശേഖരൻ, പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സണ്ണി ജോസഫ്, സെക്രട്ടറി രവീന്ദ്രൻ രാവണീശ്വരം, കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ അഡ്ഹോക്ക് കമ്മിറ്റി ചെയർമാൻ BS അബ്ദുള്ള കുഞ്ഞി ഫൈസി, കൺവീനർ അബ്ദുൽ ഹമീദ് മൗലവി ആലമ്പാടി, SYS ജില്ലാ ജനറൽ സെക്രട്ടറി സുലൈമാൻ കരിവള്ളൂർ, SMA ജില്ലാ പ്രസിഡന്റ് കാട്ടിപ്പാറ അബ്ദുൽ ഖാദർ സഖാഫി, SJM ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് സൈദി ആരിക്കാടി, SSF ജില്ലാ സെക്രട്ടറി സുലാഹുദ്ദീൻ അയ്യൂബി തുടങ്ങിയവർ സംബന്ധിക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുരുവിന്റെ ആശയങ്ങൾ വർഗീയ ശക്തികൾ ഏറ്റെടുക്കുന്നത് ജനങ്ങളോടുള്ള വഞ്ചനയാണെന്ന് സോണിയാഗാന്ധി. സോണിയയുമായുള്ള കൂടിക്കാഴ്ചയിൽ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച് ഘടകകക്ഷി നേതാക്കൾ. ഡൽഹി വാഹന നിയന്ത്രണ പരിഷ്കരണം, പരീക്ഷണ ഓട്ടം തുടങ്ങി. വോട്ടർ പട്ടികയും ജനനമരണ രജിസ്റ്ററും തമ്മിൽ ബന്ധിപ്പിക്കുന്നു, പരേതർ ഇനി വോട്ട് ചെയ്യില്ല. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് കേന്ദ്രമന്ത്രി, വിവാദമായപ്പോൾ തിരുത്തി. ധർമ്മപതാകയേന്തുക, SYS ജില്ലാ കൌൺസിലുകൾ ജനുവരി 9 ആരംഭിക്കും. മദ്യനയം, കോടതി വിധി സ്വാഗതാർഹമെന്ന് SMA, പൊതുസമൂഹം ജാഗ്രത പുലർത്തണമെന്ന് SYS. സ്നേഹ റസൂൽ കാലത്തിന്റെ വെളിച്ചം, SYS കാസർകോട് ജില്ലാ മീലാദ് സെമിനാർ ജനുവരി 2. ചെന്നൈ പ്രളയബാധിതർക്ക് തണൽ വിരിച്ച് RCFI 2 ലക്ഷത്തിൽ പരം രൂപയുടെ മെഡിക്കൽ സഹായം വിതരണം ചെയ്തു. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC news time@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.